ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര അർച്ചന. നമ്മുടെ CSEB ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ബാങ്കിങ് പാർട്ടിന് ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസിനാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബാങ്കിങ് പാർട്ടിൽ 20 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ 20 മാർക്കിന് ഏതൊക്കെ ഏരിയാസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കാം. ബാങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് വൈഡായിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. വൈഡ് കണ്ടന്റ് ബാങ്കിങ്ങിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിങ്ങിന് അത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസും അതുപോലെ ടൈമും നമുക്കറിയാം. കോർപ്പറേഷനും കോപ്പറേറ്റീവ് ലോയും ഒക്കെ 15 മാർക്കിനാണെങ്കിൽ ബാങ്കിങ് 20 മാർക്കിനാണ് ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും ഉള്ളത്. അപ്പോൾ ആ 20 മാർക്ക് നമുക്ക് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം. നമുക്ക് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്നും ആ ബാങ്കിങ് സിസ്റ്റത്തെക്കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസിന് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. പ്രൈമറി ഫങ്ഷനും സെക്കൻഡറി ഫങ്ഷനും. ഫങ്ഷൻസിനെ കുറിച്ച് തറവായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡറി ഫംഗ്ഷനിൽ വരുന്ന മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏജൻസി ഫംഗ്ഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് SBI അതിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുതൽ നമുക്ക് അറിഞ്ഞിരിക്കണം. സെക്കൻഡറി ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് അറിഞ്ഞിരിക്കണം. നാഷണലൈസേഷൻ, ബാങ്കിങ് ഹിസ്റ്ററിയിലെ നമ്മളുടെ ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിലെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം എന്നറിയപ്പെടുന്ന ബാങ്ക് ദേശസാൽക്കരണത്തിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് മെയിനായിട്ട് മുന്നേ നമുക്ക് 2 സ്റ്റേജസ് ആയിട്ടായിരുന്നു നാഷണലൈസേഷൻ ഉണ്ടായിരുന്നത്. ആ 2 സ്റ്റേജസിനെ കുറിച്ചും അറിയണം. പിന്നെ റീസെൻ്റ്ലി നടന്നിട്ടുള്ള മെർജേഴ്സ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. ആ 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തത് എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ സെൻട്രൽ ബാങ്ക്, നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് സെൻട്രൽ ബാങ്കിന് എന്താണെന്നും ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആദ്യത്തെ ഫുൾ ഫ്ലെഡ്ജ്ഡ് സെൻട്രൽ ബാങ്ക് ഏതാണ്, പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നതിന് മുൻപ് നമ്മളുടെ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ആരായിരുന്നു ചെയ്തിരുന്നതെന്ന് പഠിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക് അല്ലെങ്കിൽ നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിനെ കുറിച്ച് പഠിക്കണം. പ്രിൻസിപ്പൾസ് ഓഫ് നോട്ട് ഇഷ്യൂ ആൻഡ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂവിനെ കുറിച്ച് അവയർനെസ് വേണം. ലീഡ് ബാങ്ക് സ്കീം, ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ, അതുപോലെ സർവീസ് ഏരിയ അപ്രോച്ച് അറിഞ്ഞിരിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ RBI ഗവർണേഴ്സിനെ കുറിച്ചും ഒക്കെ അറിയണം. ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് RBIൻ്റെ ഗവർണർ ആരായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. പിന്നെ DRI, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച്, ലോണിനെ കുറിച്ച് അറിയണം. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്ക് അറിയണം. RRB, റീജിയണൽ റൂറൽ ബാങ്ക്, നമുക്ക് കേരള ബാങ്കിൻ്റെ എക്സാമിനൊക്കെ 2 ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ റേഷ്യോസ് അടക്കം, ഗവൺമെൻറ്റിൻ്റെ എത്രയാണ്, സെൻട്രൽ ഗവൺമെൻറ് എത്രയാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എത്രയാണ്, അതിൻ്റെ പാർട്ടിസിപ്പേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ നരസിംഹം കമ്മിറ്റി, ബാങ്കിങ്ങുമായിട്ട് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നരസിംഹം കമ്മിറ്റി. ആ കമ്മിറ്റി റിപ്പോർട്ട് 1 and 2 അറിഞ്ഞിരിക്കണം. മെർജേഴ്സ്, എക്വിസിഷൻ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മെർജേഴ്സൊക്കെ നമ്മൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവയർനെസ് വേണം. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ അറിയണം. ലോക്കൽ ഏരിയ ബാങ്ക്സിനെ കുറിച്ച് അറിയണം. അതുപോലെ ഡിഫറൻഷ്യേറ്റഡ് ബാങ്ക് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ബാങ്ക് വേഴ്സസ് സ്മോൾ ബാങ്കിനെ കുറിച്ച് അറിയണം. NPAയും അതുപോലെ തന്നെ സർഫേസി ആക്ട് 2002 കുറിച്ച് അറിയണം. പിന്നെ പ്രധാനമന്ത്രി സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിനെ കുറിച്ച് അറിയണം. ക്യാമൽസ് റേറ്റിംഗ് പഠിക്കണം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബാങ്കിങ്, ഡെഫിനിഷൻ, ബാങ്കിങ് കമ്പനി, പിന്നെ അതുപോലെ തന്നെ പെർമിറ്റഡ് ആൻഡ് പ്രോഹിബിറ്റഡ് ബാങ്കിങ് ബിസിനസ് എന്താണെന്ന് അറിയണം. ഡിവിഡൻഡ്, റിസർവ് ആൻഡ് വോട്ടിംഗ് റൈറ്റ്, ഇതൊക്കെ BR ആക്ടിൽ വരുന്നതാണ്. ലൈസൻസിങ് ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ച് അറിയണം. ഓഡിറ്റിംഗ് ഓഫ് ബാങ്കിങ് കമ്പനീസ് അറിയണം. അതുപോലെ തന്നെ സെക്ഷൻ 35 പവേഴ്സ് ഓഫ് ഇൻസ്പെക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്, സെക്ഷനാണ് സെക്ഷൻ 35. അതുപോലെ സെക്ഷൻ 35A ഒക്കെ ഉണ്ട്, അതൊക്കെ അറിയണം. സെക്ഷൻ 44A അമാൽഗമേഷൻ അറിയണം. അക്വിസിഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ് പഠിക്കണം.
വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസ് പഠിക്കണം. പിന്നെ വരുന്ന മോഡേൺ ബാങ്കിങ്ങിൽ വരുന്ന ഇലക്ട്രോണിക് ബാങ്കിങ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്, RTGS, നെഫ്റ്റ്, IMPS, പിന്നെ അതുപോലെ തന്നെ IFSC ഡിജിറ്റ്സ് എത്രയാന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ATM കാർഡ്, റൂപേ കാർഡ്, ATM കാർഡിന് പല ടൈപ്പ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്, പിങ്ക്, ഗ്രീന്, ഓറഞ്ച്, ഇതൊക്കെ എന്തിനാണ് ഡിനോട്ട് ചെയ്യണത്. പിന്നെ അതുപോലെ റൂപേ കാർഡ്, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ, CDMനെ കുറിച്ച് പഠിക്കണം. ഡാഷ് ഈസ് നോട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ് ATM എന്ന് ചോദിച്ചിട്ടുണ്ട്. CDM അറിയപ്പെടുന്നത് ഇൻ്റലിജൻറ്റ് ATM എന്ന് പറഞ്ഞ പേരിലാണ്. പിന്നെ ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്, CTS, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് അറിയണം. ക്യാഷ്ലെസ് പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയണം. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആൻഡ് മൊബൈൽ ബാങ്കിങ്ങിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം, അതായത് സ്വിഫ്റ്റിനെ കുറിച്ച് അറിയണം. അഗ്രികൾച്ചർ ക്രെഡിറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ക്രോപ്പ് ലോണ്, അതുപോലെ തന്നെ KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതുപോലെ മൈക്രോ ഫൈനാൻസ്. പിന്നെ നബാർഡ് നമുക്ക് കോർപ്പറേഷൻ്റെ പാർട്ടിലും പഠിക്കാനുണ്ട്, അതുപോലെ ബാങ്കിങ്ങിൻ്റെ പാർട്ടിലും പഠിക്കാനുണ്ട്. പിന്നെ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് പല രീതിയിൽ ഡെപ്പോസിറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ്, ലീസിൻ്റെ കേസിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ പ്ലെഡ്ജിൻ്റെ കേസിൽ എങ്ങനെയാണ്, പിന്നെ ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോ ഇതിലും ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാറുന്നുണ്ട്. അത് പഠിക്കണം. ആ ചോദ്യം എന്തായാലും നമ്മുടെ CSEB എക്സാമിന് വരാൻ സാധ്യത ഉള്ളതാണ്. പിന്നെ ബാങ്ക് കസ്റ്റമർ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് പഠിക്കണം. ബാങ്കിങ് ഒംബുഡ്സ്മാനെ കുറിച്ച് പഠിക്കണം. ബാങ്കറിൻ്റെ റൈറ്റ് പഠിക്കണം. ലീന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഗാർണിഷ് ഓർഡർ പഠിക്കണം. ടൈപ്പ് ഓഫ് കസ്റ്റമർ പഠിക്കണം. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ വളരെ ചുരുക്കി, അല്ലെങ്കിൽ എന്നാൽ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സൂൾ ഫോമിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കി തരുന്നതിനും അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ 45 ഡേയ്സ് ക്രാഷ് ബാച്ച് CCയിൽ ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിൻ്റെ പ്രത്യേകത നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതുപോലെ മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുറി ഹാൻഡ്ലിങ്ങും അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോമിസറി നോട്ടിൻ്റെയും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഫീച്ചേഴ്സ്, പ്ലെഡ്ജ് എന്താ, ഹൈപ്പോത്തിക്കേഷൻ എന്താ, മോർഗേജ് എന്താ, അതിൻ്റെ ടൈപ്പ്, പിന്നെ അതുപോലെ ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ചെക്കിൻ്റെ ടൈപ്പ്, എൻഡോസ്മെൻറ്റ്, അതിൻ്റെ ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ്, പേയിങ് ആൻഡ് കളക്ടിങ് ബാങ്കർ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ബാങ്കിങ്ങിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഏരിയാസിലൂടെ നമ്മൾ കടന്നു പോയാൽ നമുക്ക് തീർച്ചയായിട്ടും 20 മാർക്സ് നമ്മൾ ബാങ്കിങ് ഏരിയയിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ എല്ലാ ആശംസകളും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്